ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർജിൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ടിപ്സുകളാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായി നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്. പലർക്കും അറിയാത്ത കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ്. അവയെല്ലാം കൂടെ കൂടിച്ചേർന്നുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവയെന്ന് നമുക്ക് നോക്കാം. ദുർഗന്ധങ്ങളൊക്കെ ഈ കിച്ചണിലും റൂമുകളിലും നിന്നൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സുകളാണ് ഇന്ന് പറയുന്നത്. അതിൽ റെഫ്രിജറേറ്ററിനുള്ളിൽ ദുർഗന്ധം മാറാൻ ഒരു പാത്രത്തിൽ 3-4 കരിക്കട്ട എടുത്ത് ഫ്രിഡ്ജിൻ്റെ തട്ടിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലുള്ള ദുർഗന്ധമൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ നാരങ്ങ പിഴിഞ്ഞ ശേഷം തൊലി ഫ്രിഡ്ജിൻ്റെ തട്ടുകളിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിലും ഫ്രിഡ്ജിലെ ദുർഗന്ധം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ വാക്വം ഫ്ലാസ്കിൻ്റെ ദുർഗന്ധം അകലാൻ 1 ടീസ്പൂൺ കടുക് അരച്ച് വെള്ളത്തിൽ കലക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് വച്ച് അടുത്ത ദിവസം കഴുകിയെടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫ്ലാസ്കിൻ്റെയൊക്കെ ദുർഗന്ധം മാറിക്കിട്ടുന്നതാണ്. ഇനി അടുക്കളയിൽ തന്നെ സിങ്കിൽ നിന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ ദുർഗന്ധം ഉണ്ടാകാറുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം വിനാഗിരി തിളച്ച വെള്ളത്തിൽ ചേർത്ത് ഒന്ന് കഴുകിയാൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ സിങ്കിലും വാഷ് ബേസിലുമുള്ള ദുർഗന്ധമൊക്കെ അകറ്റാൻ ബൊറോക്സ് പൊടി വിതറി അരമണിക്കൂർ കഴിഞ്ഞ് ഉപ്പുവെള്ളം കൊണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സിങ്കിൻ്റെയൊക്കെ ദുർഗന്ധമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി സിങ്ക്, വാഷ് ബേസിൻ, യൂറിനൽ തുടങ്ങിയ 2 കഷ്ണം പടിക്കാരം ഇട്ട് വച്ചാലും ദുർഗന്ധം ഉണ്ടാകുന്നത് നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്. അതുപോലെ വാഷ് ബേസിൻ, യൂറിനൽ സിങ്ക് തുടങ്ങിയവയിൽ നിന്നും ദുർഗന്ധം ഉണ്ടാകാതിരിക്കാൻ മറ്റൊരു ടിപ്സ് എന്ന് പറയുന്നത് അതിൽ 1-2 പാറ്റ ഗുളികയൂടെ ഇട്ട് വയ്ക്കുക. അങ്ങനെ ചെയ്താലും ദുർഗന്ധമൊന്നും ഉണ്ടാകാതിരിക്കുന്നതാണ്. ഇനി നമ്മുടെ എല്ലാം മുറികളിൽ നിന്നും ചിലപ്പോൾ സിഗരറ്റിൻ്റെയൊക്കെ പുകയൊക്കെ കെട്ടി നിന്നിട്ട് ദുർഗന്ധം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഒരു തട്ടത്തിൽ അല്പം വിനാഗിരിയോ അമോണിയ ലായനിയൊക്കെ ആ മുറിയിൽ പകർന്നു വയ്ക്കുകയാണെങ്കിൽ ആ ദുർഗന്ധവും നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി പെയിൻറ്റ് ചെയ്ത തകരട്ടിനിൻ്റെ പെയിൻറ്റിൻ്റെ ഗന്ധമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പെയിൻറ്റ് ടിന്നിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടി ഒന്ന് വെയിലത്ത് വെച്ചേക്കുക. അപ്പോൾ ആ ഒരു ഗന്ധവും മാറിക്കിട്ടുന്നതാണ്. അതുപോലെ പെയിൻറ്റ് ചെയ്ത മുറിയിൽ നിന്നും പെയിൻറ്റിൻ്റെ ഗന്ധമില്ലാതാക്കാൻ ഒരു പരന്ന പാത്രത്തിൽ അല്പം വിനാഗിരി എടുത്ത് 1 ദിവസം മുഴുവനും അവിടെ ഒന്ന് തുറന്ന് വയ്ക്കുക. അതുപോലെ പാത്രത്തിൽ നിന്നും മണ്ണെണ്ണയുടെ ഗന്ധമില്ലാതാക്കാൻ കടലെണ്ണ പാത്രത്തിൽ പുരട്ടിയ ശേഷം സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ അങ്ങനെ പാത്രത്തിൽ നിന്നും മണ്ണെണ്ണയുടെ ഗന്ധമൊക്കെ മാറിക്കിട്ടുന്നതാണ്. പുതിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലെ ഒരു ദുർഗന്ധമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പ് കലർത്തി പ്ലാസ്റ്റിക് പാത്രത്തിലൊഴിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിയാൽ മതിയാവും. അതുപോലെ നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മുടെ പാത്രത്തിൽ നിന്നും മീനിൻ്റെയൊക്കെ ദുർഗന്ധമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടി വിനാഗിരി ചേർത്ത വെള്ളത്തിൽ പാത്രം കഴുകിയെടുത്താൽ മതിയാകും. കൈകളിൽ നിന്നും ഇനി മീനിൻ്റെ ഗന്ധം മാറ്റാൻ അല്പം നാരങ്ങ നീര് പുരട്ടിയ ശേഷം ഒന്ന് ഉപ്പ് വെള്ളത്തിൽ കൈകൾ കഴുകിയെടുക്കുക. അതുപോലെ നാരകത്തിൻ്റെ ഇല കയ്യിലിട്ട് ഞെരടിയാലും മീനിൻ്റെ ഉളുമ്പ് നാറ്റമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ചപ്പു ചവറുകൾ ഇട്ട് വയ്ക്കുന്ന പാത്രത്തിലെ ദുർഗന്ധം അകറ്റാൻ അതിൽ 2-3 പാറ്റ ഗുളികൾ ഇട്ട് വയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ മുട്ട തറയിൽ വീണ് പൊട്ടിയാൽ അതിന് മീതെ 1 പിടി ഉപ്പ് വിതറി ഇടുക. 1/4 മണിക്കൂറിന് ശേഷം തുടച്ച് വൃത്തിയാക്കുക. കറയും അതുപോലെ തന്നെ ദുർഗന്ധവും നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ. ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. പലർക്കും ഇതിൽ അറിയാവുന്ന കാര്യങ്ങളുണ്ട്, എങ്കിലും ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. ഇനി മറ്റൊരു ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.